ഇത് സഞ്ജു സാംസന്റെ ലോകകപ്പ്. സഞ്ജു ഇന്ത്യക്ക് സമ്മാനിച്ച ലോക കിരീടം. ടീമിൽ പോലും ഇടം ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ നിന്നും ടൂർണമെൻറ്റിൻ്റെ താരമായി മാറുന്ന അത്ഭുത കാഴ്ച. പ്രതിസന്ധികളിൽ തളരാതെ കഠിനാധ്വാനത്തോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്നാൽ ഒരു നാൾ തള്ളിപ്പറഞ്ഞവർ പിന്നീട് തോളിലേറ്റുമെന്നതിന് ജീവിക്കുന്ന തെളിവാണ് നമ്മുടെ സഞ്ജു സാംസൺ. തുടർച്ചയായി 2 തവണ T20 ലോകകപ്പ് നേടുന്ന ആദ്യ ടീം, ലോക കിരീടം നേടുന്ന ആദ്യ ആതിഥേയ രാജ്യം, ഏറ്റവും അധികം തവണ T20 ലോകകപ്പ് കിരീടം നേടുന്ന ടീം തുടങ്ങി നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കി ടീം ഇന്ത്യ കിരീടമുയർത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു മലയാളിക്കരം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശം ഇരട്ടിയാവുകയാണ്. ഇന്ത്യ നേടിയ 255-ന് 5 എന്ന പടുകൂറ്റൻ സ്കോർ പിന്തുടർന്ന ന്യൂസിലാൻഡ് വെറും 159 റൺസിൽ പുറത്തായി 96 റൺസിന് തോൽവി വഴങ്ങുകയായിരുന്നു. വെറും 5 മത്സരത്തിൽ നിന്നും 27 ഫോറും 24 സിക്സും ഉൾപ്പെടെ 321 റൺസ് നേടി ടൂർണമെൻറ്റിലെ റൺവേട്ടക്കാരിൽ മൂന്നാമനായ നമ്മുടെ സഞ്ജുവാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ്. ക്രിക്കറ്റ് ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഫൈനലിൽ ടോസ് വിജയിച്ച ന്യൂസിലൻഡ് ഇന്ത്യയെ ബാറ്റിങ്ങിനേക്കായിരുന്നു. 5-ാം പന്തിൽ തന്നെ ഹെൻറിയെ സിക്സർ പറത്തി സഞ്ജു സാംസൺ വരാൻ പോകുന്ന വെടിക്കെട്ടിൻ്റെ സൂചന നൽകി. പയ്യെ തുടങ്ങി ആദ്യ 2 ഓവറിന് ശേഷം ഇരു ഓപ്പണർമാരും കത്തിക്കയറുകയായിരുന്നു. ഫെർഗുസൺ എറിഞ്ഞ 4-ാം ഓവറിൽ 2 ഫോറും 2 സിക്സും ഉൾപ്പെടെ 24 റൺസാണ് പിറന്നത്. 4-ാം ഓവറിൽ ഇന്ത്യ 50 കടന്നോടെ T20 വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഒരു ഫൈനലിൽ ആദ്യമായി ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് 50 കടക്കുന്ന റെക്കോർഡ് ഇന്ത്യ നേടിയെടുത്തു. വെറും 18 പന്തിൽ നിന്നും 50 നേടിക്കൊണ്ട് അഭിഷേക് തന്നിൽ ടീം അർപ്പിച്ച വിശ്വാസത്തോട് നീതി പുലർത്തി. പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമാകാതെ 92 എന്ന സ്കോർ T20 വേൾഡ് കപ്പ് ചരിത്രത്തിലെ പവർ പ്ലേയിലെ ഏറ്റവും ഉയർന്ന സ്കോറായി മാറി. 8-ാം ഓവറിൽ രജിൻ രവീന്ദ്രയ്ക്ക് വിക്കറ്റ് നൽകി അഭിഷേക് മടങ്ങുമ്പോൾ 21 പന്തിൽ 6 ഫോറും 3 സിക്സും ഉൾപ്പെടെ 52 റൺസ് നേടിയിരുന്നു. 33 പന്തിൽ നിന്നും 50 നേടിയ സഞ്ജു ടൂർണമെൻറ്റിലെ തുടർച്ചയായ 3-ാം 50യും സ്വന്തം പേരിൽ കുറിച്ചു. ഉജ്ജ്വല ഫോമിൽ ബാറ്റ് ചെയ്ത ഇഷാൻ കിഷൻ കൂറ്റനടികളിലൂടെ ഗാലറിയെ ആവേശത്തിലാക്കുകയായിരുന്നു. 14-ാം ഓവറിൽ രജിൻ രവീന്ദ്രയ്ക്കെതിരെ തുടർച്ചയായി 3 സിക്സറുകൾ പറത്തിയ സഞ്ജു ടൂർണമെൻറ്റിൽ തൻ്റെ സിക്സറുകളുടെ എണ്ണം 24 മാറ്റി. 23 പന്തിൽ നിന്നും 50 നേടിയ കിഷാൻ 15-ാം ഓവറിൽ ഇന്ത്യൻ സ്കോർ 200 കടത്തിയിരുന്നു. എന്നാൽ 16-ാം ഓവറിൽ നീഷത്തിൻ്റെ പന്തിൽ സഞ്ജു ബൗണ്ടറി ലൈനിൽ ക്യാച്ചിലൂടെ പുറത്തായി. 46 പന്തിൽ 5 ഫോറും 8 സിക്സും ഉൾപ്പെടെ 89 റൺസ് നേടിയ സഞ്ജു ഒരിക്കൽ കൂടി സെഞ്ചുറി നേടാനാവാതെ തിരിച്ചു കയറി. അതേ ഓവറിൽ ഇഷാൻ കിഷനും സൂര്യകുമാറും പുറത്തായത് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറി. 25 പന്തിൽ 4 ഫോറും 4 സിക്സും ഉൾപ്പെടെ 54 റൺസായിരുന്നു കിഷാൻ നേടിയത്. സ്ഥാനക്കയറ്റം കിട്ടിവന്ന പാണ്ഡ്യയ്ക്ക് ശോഭിക്കാനാവാതെ 18 റൺസ് മാത്രമെടുത്ത് തിരിച്ചു കയറേണ്ടി വന്നു. എന്നാൽ അവസാന ഓവറിൽ ശിവം ദുബൈ 24 റൺസ് നേടിയതോടെ 255-ന് 5 എന്ന പടുകൂറ്റൻ സ്കോർ നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. 15 ഓവർ കഴിഞ്ഞപ്പോൾ 203-ന് 1 എന്ന നിലയിലായിരുന്ന ഇന്ത്യ അവസാന ഓവറിൽ 24 റൺസ് നേടിയെങ്കിലും ശേഷിച്ച 4 ഓവറിൽ വെറും 28 റൺസ് മാത്രമായിരുന്നു നേടിയെടുത്തത്. മറുപടി ബാറ്റിങ്ങിൽ പതിവ് പോലെ ടിം സെയ്ഫർട്ടിൻ്റെ തകർപ്പൻ അടികളുടെ മികച്ച തുടക്കമാണ് കിവീസിന് ലഭിച്ചത്. എന്നാൽ 3-ാം ഓവറിൽ ഫിന്നലനെ മടക്കി അക്ഷർ പട്ടേൽ ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചു. അടുത്ത ഓവറിൽ അപകടകാരിയായ രജിൻ രവീന്ദ്രയെ ഇഷാൻ കിഷൻ്റെ മികച്ച ക്യാച്ചിൽ ബുംറ പുറത്താക്കി. 5-ാം ഓവറിൽ ഗ്ലെൻ ഫിലിപ്സിനെ കൂടി മടക്കി അക്ഷർ പട്ടേൽ ഇന്ത്യൻ വിജയം ഉറപ്പാക്കി. തുടർന്ന് ഉജ്ജ്വലമായി പന്തെറിഞ്ഞ ഇന്ത്യൻ ബൗളേഴ്സിന് മുമ്പിൽ പതറിയ കിവി ബാറ്റർമാർ ഓരോരുത്തരായി വിക്കറ്റ് നഷ്ടമാക്കി മടങ്ങി. ഒരു വശത്ത് തകർത്തടിച്ച സെയ്ഫർട്ട് വെറും 23 പന്തിൽ നിന്നും 50 നേടി കിവീസിന് ആശ്വാസമേകി. 18-ാം ഓവറിൽ കിവി ക്യാപ്റ്റൻ മിച്ചൽ സാൻഡറെ പുറത്താക്കി ബുംറ 4 വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കി. ഒടുവിൽ അഭിഷേക് ശർമ്മ എറിഞ്ഞ 19-ാം ഓവർ അവസാന പന്തിൽ തിലക് വർമ്മയുടെ ക്യാച്ചിൽ ജേക്കബ് ഡഫിയെ മടക്കി ഇന്ത്യ വമ്പൻ വിജയത്തോടെ കിരീടത്തിൽ മുത്തമിട്ടു. ലോക കിരീടം നേടിയ ടീം ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ.